സത്യം പറയാച്ചാ, ആ കുഞ്ഞ് എവിടെ? അത് മരിച്ചോ അതോ ഇന്നും ജീവനോടെ ഉണ്ടോ? ആ കുഞ്ഞു മരിച്ചെന്ന് ഞാൻ പറഞ്ഞാ പോലെ. ഇന്ന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ മാത്രം എന്താ സംഭവിച്ചത്? എന്തോ എനിക്കറിയില്ല. ആ കുഞ്ഞിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയാണ്. കാഞ്ചനെ, നിനക്കിന്ന് വേറൊരു ഭർത്താവും മകനും ഉണ്ടെന്ന് നീ മറക്കരുത്. നിന്റെ ഈ അവസ്ഥ അയാൾ ഏതാണ് ഈ സീരിയല്? ഭർത്താവ് സോമനറിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇഷ്ടമല്ലാത്ത കാണണ്ട. എനിക്കൊന്നും കാണണ്ട. അല്ലെങ്കിലേ മനുഷ്യന്മാർക്ക് വിഷമിക്കാനായിട്ട് ഓരോ കാരണങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരു പുതിയ ടെൻഷനും കൂടി വലിച്ചു കയറ്റാൻ. സാറാ, വൈകുന്നേരം ഈ സീരിയൽ കാണാൻ ഇരുന്നപ്പോൾ തുടങ്ങിയതാ ഈ കരച്ചില്. നിന്റെ ക്യാരക്ടറിന് ഇത് എത്ര എഫക്റ്റ് ചെയ്യാൻ നിനക്കറിയോ? ഓ, സമ്മതിച്ചു. ഇപ്പൊ ഒന്ന് കാണാൻ വിടുവോ? ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. ഒരേ സമയം നർമ്മം കോർത്തിണക്കിയ എന്താ നീങ്ങ്. കുടുംബങ്ങളെ ആധാരമാക്കിയ കുറച്ചു നീങ്ങ്. ഏറ്റവും നീങ്ങടോ. ശക്തമായ കഥ പറഞ്ഞ നിങ്ങളുടെ സ്വന്തം പരമ്പര കണ്ണീർ സാഗരം തുടർന്നു കാണുക. കാണണോ? കണ്ടോ? അയ്യോ. മിസ്റ്റർ ചിത്തരംഗൻ, നിങ്ങൾ സാമർഥ്യമുള്ള ഒരു എഴുത്തുകാരനാണെന്ന് എനിക്കറിയാം. പക്ഷേ FIR എഴുതി തഴമ്പിച്ച എന്റെ ബുദ്ധിയോളം വരില്ല. അലമ്പ്. നമുക്ക് എന്തൊരു നോക്കാം. കഷ്ടാത്. തോൽവി എന്നൊരു വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് നിഘണ്ടുവാ? ഓ, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ. ഓർമ്മയിരിക്കട്ടെ. എന്താ അവര് പറയുന്നത്? നല്ല കൂറ ഡയലോഗ് സൃഷ്ടിച്ച് എഴുതി ചേർക്കുന്നവനാണ് ഒരു യഥാർത്ഥ എഴുത്തുകാരൻ. തീർച്ചയായും നിങ്ങളുടെ നിഘണ്ടുവിൽ ഞാൻ അത് എഴുതി ചേർക്കും മിസ്റ്റർ. കഷ്ടം. അത് മാത്രോ, തെരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കണ്ടില്ലേ? ജാരസന്ധതിയെ തേടിപ്പോകുന്ന മാന്യായ അമ്മ. എന്നിട്ട് അത് അവര് മറയ്ക്കാനായിട്ട് ഓരോ കളത്രം കാണിച്ച് പണി പാളുമ്പോ നമ്മൾ അത് ഓർത്ത് കരയണം. അയ്യേ, ഇതാണോ കഥ? എന്നെ അതിൽ അഭിനയിക്കാൻ വിളിച്ചാ ഞാൻ ഡേറ്റ് പോലും കൊടുക്കില്ലായിരുന്നു. ഓഹോ, വൈ? കഥ പോരാ. നിങ്ങൾ എത്രയും പുച്ഛിച്ചില്ലേ? ഇനി കഥ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. കഥയുടെ ഓപ്പണിംഗ് എന്ന് പറയുമ്പം അയ്യോ, ഭയങ്കരം.